ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇപ്പോൾ ഒരൊറ്റ പേര് മനസ്സിന്റെ ക്രീസിലുള്ളൂ. അതാണ് വൈഭവ് സൂര്യവംശി. IPL 2026 രാജസ്ഥാൻ റോയൽസിനു വേണ്ടി റൺസ് അടിച്ചുകൂട്ടി വെറും 16 മത്സരങ്ങളിൽ നിന്ന് 776 റൺസോടെ ഓറഞ്ച് ക്യാപ്പും സ്വന്തമാക്കി. ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് വരെ എത്തിയ നമ്മുടെ അത്ഭുത ബാലൻ. പക്ഷേ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൈഭവിനെ കുറിച്ച് മാത്രമല്ല. ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലുള്ള ആ തേജ്പൂർ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു വെടിക്കെട്ട് വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. സൂര്യവംശി കുടുംബത്തിൽ നിന്ന് ഇതാ അടുത്തൊരു റൺ മെഷീൻ കൂടി പിച്ചിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വൈഭവിന്റെ അനിയൻ ആശീർവാദ് സൂര്യവംശിയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ പുതിയ ചർച്ചാ വിഷയം. ലോക്കൽ മത്സരത്തിൽ തകർപ്പനൊരു സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് ആശീർവാദ് ഞെട്ടിച്ചിരിക്കുന്നത്. ചേട്ടന്റെ വഴി തന്നെയാണോ അനിയനും എന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനമാണ് ആശീർവാദ് പുറത്തെടുത്തിരിക്കുന്നത്. ബീഹാറിലെ സമസ്തപൂരിൽ നടന്ന ഒരു പ്രാദേശിക പ്രാക്ടീസ് മത്സരത്തിലായിരുന്നു ആശീർവാദിന്റെ ഈ റൺവേട്ട. ക്രിക്കറ്റ് അക്കാദമി തേജ്പൂരിന് വേണ്ടിയാണ് ആശീർവാദ് പാടുകെട്ടിയത്. വെറുമൊരു സെഞ്ചുറിയല്ല ഇത്. 87 പന്തുകളിൽ നിന്നാണ് ആശീർവാദ് 103 റൺസ് അടിച്ചു കൂട്ടിയത്. അതായത് 118.39 എന്ന കിഡ്ലൻ സ്ട്രൈക്ക് റേറ്റിൽ. ആ ഇന്നിംഗ്സിന്റെ ഭംഗി കൂട്ടുന്നത് മറ്റൊന്നുകൂടിയാണ്. തൻ്റെ ഇന്നിംഗ്സിലുടനീളം 20 ഫോറുകളും ഒരു സിക്സറുമാണ് ഈ കുട്ടിത്താരം അടിച്ചു കൂട്ടിയത്. ഗ്രൗണ്ടിന്റെ നാനാഭാഗത്തേക്കും ബൗണ്ടറികൾ പായിച്ചുകൊണ്ട് ചേട്ടനെ പോലെ തന്നെ താനും മോശക്കാരനല്ല എന്ന് ആശീർവാദ് തെളിയിക്കുകയാണ്. ഈ തകർപ്പൻ പ്രകടനം പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമാണ് നടക്കുന്നത്. എന്നാൽ ഇതിലേറ്റവും സന്തോഷിച്ചതും അഭിമാനിച്ചതും ആരാണെന്നറിയാമോ? സാക്ഷാൽ വൈഭവ് സൂര്യവംശി തന്നെ. ഇന്ത്യൻ ടീമിൽ ഇടം നേടിയതിന്റെ തിരക്കുകൾക്കിടയിലും തന്റെ അനിയന്റെ ഈ വലിയ നേട്ടം വൈഭവ് മറന്നില്ല. ആശീർവാദ് സെഞ്ചുറി അടിച്ച ആ മത്സരത്തിന്റെ ഔദ്യോഗിക സ്കോർ കാർഡ് വൈഭവ് തന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി. അനിയന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ടാണ് വൈഭവ് ഈ സ്റ്റോറി പോസ്റ്റ് ചെയ്തത്. ലോകം മുഴുവൻ തന്നെ അഭിനന്ദിക്കുമ്പോഴും തന്റെ അനിയന്റെ വളർച്ചയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ജ്യേഷ്ഠന്റെ സ്നേഹം ആ പോസ്റ്റിൽ കാണാമായിരുന്നു. ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇപ്പോൾ ഭയങ്കര വൈറലാണ്. സത്യത്തിൽ ഈ കുടുംബത്തിന് ഇത് സ്വപ്നതുല്യമായ ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ IPL സീസൺ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി തുടങ്ങിയ വമ്പന്മാരെയൊക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് വൈഭവ് 776 റൺസ് വാരിക്കൂട്ടി ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയത്. ആ ഫോമിന്റെ പിൻബലത്തിലാണ് ജൂൺ 6 വൈഭവിന് ഇന്ത്യൻ ടീമിലേക്ക് ആദ്യമായി വിളി വരുന്നത്. ആ വാർത്ത അറിഞ്ഞ ശേഷം ബീഹാറിലെ ആ ചെറിയ ഗ്രാമമായ തേജ്പൂർ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നറിയാമോ? ശരിക്കും ഒരു ദീപാവലി ആഘോഷം പോലെയായിരുന്നു അവിടെ. നാട്ടുകാരും ബന്ധുക്കളും അയൽക്കാരുമെല്ലാം വൈഭവിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. എല്ലാവരും പരസ്പരം ലഡു വിതരണം ചെയ്യുകയും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയുമായിരുന്നു. വൈഭവിന്റെ പിതാവ് സഞ്ജി സൂര്യവംശി മാധ്യമങ്ങളോട് പറഞ്ഞത് വളരെ വൈകാരികമായ കാര്യങ്ങളാണ്. ഞങ്ങൾ വീട്ടിൽ നല്ല വാർത്തയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു. പ്രഖ്യാപനം വന്നപ്പോൾ സങ്കല്പിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി. വൈഭവ് ചെറുപ്പം മുതലേ ഇതിനായി ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നത് മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം. ഇന്ന് അതിന്റെ ഫലം അവന് ലഭിച്ചിരുന്നു. ഇതായിരുന്നു ആ അച്ഛന്റെ വാക്കുകൾ. ഒരു മകൻ ഇന്ത്യൻ ജേഴ്സി അണിയാൻ ഒരുങ്ങുന്നു. തൊട്ടു പിന്നാലെ അടുത്ത മകൻ ലോക്കൽ ക്രിക്കറ്റിൽ സെഞ്ചുറിയുമായി തിളങ്ങി നിൽക്കുന്നു. സഞ്ജീവ് സൂര്യവംശി എന്ന അച്ഛൻ ഇപ്പോൾ ശരിക്കും ആകാശത്തോളമുള്ള സന്തോഷത്തിലാണെന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും തെറ്റില്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമായ കൈകളിലാണെന്ന് തെളിയിക്കുന്നതാണ് സൂര്യവംശി സഹോദരന്മാരുടെ ഈ പ്രകടനങ്ങൾ. വൈഭവ് ഇതിനോടകം തന്നെ തന്റെ പ്രതിഭ അന്താരാഷ്ട്ര തലത്തിൽ തെളിയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ചേട്ടന്റെ ഈ വലിയ യാത്രയും കഠിനാധ്വാനവും നേരിട്ട് കാണുന്ന അനിയൻ ആശീർവാദിനും ഈ സെഞ്ചുറി വലിയൊരു ആത്മവിശ്വാസം നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യൻ ടീമിൽ ഒന്നിച്ചു കളിക്കുന്ന സൂര്യവംശി സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. പണ്ട് പത്താൻ സഹോദരന്മാരും പാണ്ഡ്യ സഹോദരന്മാരുമൊക്കെ ചെയ്തതുപോലെ.